ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ 23 മുതൽ 27 വരെയും സങ്കീർത്തനങ്ങൾ 75 മുതൽ 78 വരെയും. പുറപ്പാട് അധ്യായം 23. നീ വ്യാജ വാർത്ത വഹിക്കരുത്. അക്രമത്തിന് സാക്ഷിയാകാനായി ദുഷ്ടനോടൊപ്പം നീ കൈകോർക്കാൻ പാടില്ല. ഭൂരിപക്ഷത്തിനു പിന്നാലെ തിന്മകൾക്കായി നിലകൊള്ളരുത്. ഭൂരിപക്ഷത്തെ പിൻചെല്ലാൻ വ്യവഹാരത്തിൽ സംബന്ധിച്ച് വളച്ചൊടിച്ച് വാദിക്കരുത്. ദരിദ്രനോടായാലും അവന്റെ വ്യവഹാരത്തിൽ പരിഗണന കാട്ടരുത്. നിന്റെ ശത്രുവിന്റെ കാളയോ അവന്റെ കഴുതയോ വഴിതെറ്റി അലയുന്നതായി കണ്ടെത്താനിടയായാൽ നീ അതിനെ അവന് തീർച്ചയായും തിരിച്ചേൽപ്പിക്കണം. നിന്നെ വെറുക്കുന്നവന്റെ കഴുത അതിന്റെ ചുമടിനു കീഴെ വീണുകിടക്കുന്നത് കണ്ടാൽ അതിനെ അവനു മാത്രമായി വിടുന്നതൊഴിവാക്കി അവനോട് ചേർന്ന് നീ അതിനെ തീർച്ചയായും സ്വതന്ത്രമാക്കണം. നിന്റെ ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം നീ വളച്ചൊടിക്കരുത്. ചതിവചനത്തിൽ നിന്ന് നീ അകന്നു മാറണം. നിഷ്കളങ്കനെയും നീതിമാനെയും വധിക്കാൻ പാടില്ല. എന്തെന്നാൽ ദുഷ്ടനെ ഞാൻ സാധൂകരിക്കുകയില്ല. നീ കൈക്കൂലി സ്വീകരിക്കരുത്. എന്തെന്നാൽ കാഴ്ച തെളിഞ്ഞവരെ കൈക്കൂലി അന്ധരാക്കുന്നു. നീതിമാന്മാരുടെ വാക്കുകളെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാസിയെ നീ ഞെരുക്കരുത്. നിങ്ങൾക്ക് തന്നെ പ്രവാസിയുടെ മനസ്സറിയാം. നിങ്ങൾ തന്നെയും ഈജിപ്റ്റ് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ. സാബത്ത് സംബന്ധിച്ച് 6 വർഷം നീ നിന്റെ ഭൂമി വിതച്ച് അതിന്റെ വിളവ് സമാഹരിച്ചു കൊള്ളുക. പക്ഷേ 7-ാമത്തേതിൽ നീ അത് ഉഴുകാതെ വെറുതെ ഇടണം. അങ്ങനെ നിന്റെ ജനത്തിലെ ദരിദ്രർ ഭക്ഷിക്കട്ടെ. അവരുടെ മിച്ചം വയൽമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. നിന്റെ മുന്തിരിത്തോട്ടത്തോടും ഒലിവ് തോട്ടത്തോടും ഇപ്രകാരം തന്നെ നീ ചെയ്യണം. 6 ദിവസം നീ നിന്റെ ജോലികൾ ചെയ്യണം. 7-ാം ദിവസം നീ വിശ്രമിക്കണം. അങ്ങനെ നിന്റെ കാളയും കഴുതയും സ്വസ്ഥരാകട്ടെ. നിന്റെ ദാസ്യപുത്രനും പ്രവാസിയും ശ്വാസം വിടട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങൾ സ്മരിക്കരുത്. അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കപ്പെടരുത്. വ്യവസ്ഥിതമായ മഹോത്സവങ്ങൾ സംബന്ധിച്ച് വർഷത്തിൽ 3 വട്ടം നീ എനിക്കായി ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ 7 ദിവസങ്ങളിൽ നീ പുളിപ്പില്ലാത്ത അപ്പം അബീബ് മാസത്തിലെ നിശ്ചിത സമയത്ത് ഭക്ഷിക്കണം. എന്തെന്നാൽ അപ്പോഴാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. വെറും കൈയോടെ എന്റെ മുഖം ദർശിക്കരുത്. നീ വയലിൽ വിതച്ച നിന്റെ അധ്വാനങ്ങളുടെ ആദ്യ ഫലങ്ങളുടേതാണ് വിളവെടുപ്പുത്സവം. വർഷാവസാനം നീ വയലിൽ നിന്ന് നിന്റെ അധ്വാന ഫലങ്ങൾ ശേഖരിക്കുമ്പോഴുള്ളതാണ് സംഭരണോത്സവം. ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷന്മാരെല്ലാവരും കർത്താവായ നാഥന്റെ മുമ്പിൽ ഹാജരാകണം. എനിക്കുള്ള ബലിരക്തം പുളിപ്പുള്ള അപ്പത്തോട് ചേർത്ത് നിങ്ങൾ അർപ്പിക്കരുത്. എനിക്കുള്ള ഉത്സവ ബലിയുടെ മേധസ് പ്രഭാതം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ നിലത്തിന്റെ ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേത് നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. മാർഗദർശിയായ ദൂതൻ. വഴിയിൽ നിന്നെ കാക്കുന്നതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനുമായി ഇതാ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ ഞാൻ അയക്കുന്നു. എന്റെ നാമം അവനിൽ ഉള്ളതുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊള്ളുക. അവന്റെ സ്വരം നീ കേൾക്കുക. അവനെ പ്രകോപിപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ അതിക്രമം അവൻ ക്ഷമിക്കുകയില്ല. എന്നാൽ നീ അവന്റെ സ്വരം കൃത്യമായി അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്നെ ക്ലേശിപ്പിക്കുന്നവരെ ഞാൻ ക്ലേശിപ്പിക്കും. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടന്ന് അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അനന്തരം ഞാൻ അവനെ അപ്രത്യക്ഷനാക്കും. നാട് അവകാശമാക്കുമ്പോൾ നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്. അവരെ ശുശ്രൂഷിക്കരുത്. അവരുടെ പ്രവൃത്തികൾ നീ അനുവർത്തിക്കരുത്. മറിച്ച് അവരെ നീ തച്ചുടയ്ക്കണം. അവരുടെ സ്തംഭങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ അവിടുന്ന് നിന്റെ അപ്പവും വെള്ളവും ആശീർവദിക്കും. നിന്റെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും. നിന്റെ നാട്ടിൽ ഗർഭം അലസിപ്പോയവളോ വന്ധ്യയോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ദിനങ്ങളുടെ എണ്ണം ഞാൻ പൂർണ്ണമാക്കും. ഞാൻ എന്റെ ഭീതി നിന്റെ മുമ്പേ അയച്ച് നീ ആരുടെ അടുത്തേക്ക് ചെല്ലുമോ ആ ജനത്തെയെല്ലാം സംഭ്രമിപ്പിക്കും. ഞാൻ നിന്റെ എല്ലാ ശത്രുക്കളെയും പിന്തിരിപ്പിക്കും. നിനക്ക് മുമ്പേ ഞാൻ കടന്നൽ കൂട്ടത്തെ അയക്കും. അവ ഹിവ്യർ, കാനാന്യർ, ഹിത്യർ എന്നിവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. എന്നാൽ 1 വർഷം കൊണ്ട് നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ തുരത്തുകയില്ല.
നാട് വിജനമാകാതിരിക്കാനും നിനക്കെതിരെ വന്യമൃഗങ്ങൾ പെരുകാതിരിക്കാനും വേണ്ടിയാണത്. നീ പെരുകി നാട് കൈവശമാക്കുന്നതുവരെ അവരെ നിന്റെ മുമ്പിൽ ഞാൻ അല്പാൽപമായി തുരത്തിക്കൊണ്ടിരിക്കും. നിന്റെ അതിർത്തി ചെങ്കടൽ മുതൽ ഫിലിസ്തീ കടൽ വരെയും മരുഭൂമി മുതൽ നദി വരെയുമായി ഞാൻ നിർണയിച്ചിരിക്കുന്നു. തീർച്ചയായും തദ്ദേശവാസികളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തും. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. എനിക്കെതിരെ നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കാൻ അവർ നിന്റെ നാട്ടിൽ വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായും നിനക്ക് അതൊരു കെണിയായിരിക്കും. പുറപ്പാട് അധ്യായം 24. ഉടമ്പടി ഉറപ്പിക്കുന്നു. അവിടുന്ന് മോശയോട് അരുൾ ചെയ്തു, നീയും അഹരോനും നാദാബ്, അബീബു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും കർത്താവിന്റെ അടുക്കിലേക്ക് കയറുവിൻ. നിങ്ങൾ അകലെ നിന്ന് ആരാധിക്കുവിൻ. മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ, അവർ സമീപിക്കരുത്. ജനം അവനോടൊപ്പം കയറരുത്. മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വചനങ്ങളും ന്യായപ്രമാണങ്ങളും ജനത്തോട് വിവരിച്ചു. ജനമെല്ലാം ഏകസ്വരമായി മറുപടി പറഞ്ഞു, കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. മോശ കർത്താവിന്റെ വചനങ്ങളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും 12 ഇസ്രായേൽ ഗോത്രങ്ങൾക്കായി 12 തൂണുകളും നിർമ്മിച്ചു. അവൻ ഇസ്രായേലിയ യുവാക്കന്മാരെ അയച്ചു. അവർ ഹോമയാഗങ്ങൾ സമർപ്പിച്ചു. കർത്താവിന് സമാധാന ബലികളായി കാളകളെ അർപ്പിച്ചു. രക്തത്തിന്റെ പകുതി എടുത്ത് മോശ പാത്രങ്ങളിൽ വച്ചു. രക്തത്തിന്റെ പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം അവൻ ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനം കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ വചനങ്ങളെല്ലാം അടിസ്ഥാനമാക്കി കർത്താവ് നിങ്ങളുമായി ചെയ്ത ഉടമ്പടിയുടെ രക്തം. മോശയും ജനനേതാക്കന്മാരും സീനായി മലയിൽ. അനന്തരം മോശയും അഹ്റോനും നാദാബ്, അബീഹു എന്നിവരും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേരും മുകളിലേക്ക് കയറി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവിടുത്തെ പാദങ്ങൾക്ക് കീഴെ ഇന്ദ്രനീല കൽപ്പാളി കൊണ്ടുള്ള ഒരു നിർമ്മിതി പോലെയും തെളിവാർന്ന ആകാശ നീലിമ പോലെയുമായിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ അവിടുന്ന് കൈവച്ചില്ല. അവർ ദൈവത്തെ ദർശിച്ചു. അനന്തരം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ മലയിലേക്ക് എന്റെ സമീപത്തേക്ക് കയറി വന്ന് അവിടെ ആയിരിക്കുക. അവരെ പഠിപ്പിക്കാൻ ഞാൻ എഴുതിയ കൽപ്പലകകൾ, നിയമവും കൽപ്പനയും ഞാൻ നിനക്ക് തരാം. മോശയും അവന്റെ ശുശ്രൂഷയായ ജോഷുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. ശ്രേഷ്ഠന്മാരോട് അവൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഞങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുവേൻ. ഇതാ അഹ്റോനും ഹൂറും നിങ്ങളോടുകൂടെയുണ്ടല്ലോ. പ്രശ്നങ്ങളുള്ളവൻ അവരെ സമീപിക്കട്ടെ. മോശ മലയിലേക്ക് കയറി. അപ്പോൾ മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് മേഘം അതിനെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘമധ്യത്തിൽ നിന്ന് അവിടുന്ന് മോശയെ വിളിച്ചു. മലമുകളിലെ കർത്താവിന്റെ മഹത്വ ദർശനം ഇസ്രായേലിയരുടെ നയനങ്ങൾക്ക് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയായിരുന്നു. മോശ മേഘത്തിന്റെ ഉള്ളിലൂടെ ചെന്ന് മലയിലേക്ക് കയറി. 40 പകലും 40 രാവും മോശ മലയിലായിരുന്നു. പുറപ്പാട് അധ്യായം 25. ആലയ നിർമ്മാണം സംബന്ധിച്ച്. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കാണിക്ക എടുക്കുന്നതിന് നീ ഇസ്രായേല്യരോട് ആവശ്യപ്പെടുക. ഹൃദയത്തിൽ പ്രചോദിതരാകുന്ന ഓരോരുത്തരിൽ നിന്നും എനിക്കുള്ള കാണിക്ക നിങ്ങൾ സ്വീകരിക്കുവേൻ. അവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ട കാണിക്ക ഇതാണ്: സ്വർണം, വെള്ളി, പിച്ചള, നീല, ധൂമ്ര, കടും ചെമ്പപ്പ് നൂലുകൾ, ചണനൂലുകൾ, കോലാട്ടിൻ രോമം, ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൾ, നിലക്കരടി തോലുകൾ, കരുവേലത്തടികൾ, ദീപത്തിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപനത്തിനുമുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പ്രധാന അങ്കിക്കും ഉരസ്ത്രാണത്തിനുമുള്ള ഗോമേതക രത്നങ്ങൾ, പൂർണ്ണരത്നങ്ങൾ എന്നിവയാണ്. അവർ എനിക്കായി ഒരു വിശുദ്ധ നിവാസം പണിയട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ വാസമാക്കും. ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതെല്ലാം ആലയത്തിന്റെ മാതൃകയും അതിലെ ഉപകരണങ്ങളുടെ മാതൃകയും അനുസരിച്ച് അതേ പ്രകാരം നിങ്ങൾ നിർമ്മിക്കണം. സാക്ഷ്യപേടകം സംബന്ധിച്ച് അവർ ഒരു കരുവേലത്തടിയുടെ പേടകമുണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം, ഉയരം 1.5 മുഴം.
നീ അത് ശുദ്ധസ്വർണം പൊതിയണം, അകവും പുറവും പൊതിയണം. അതിനു മീതെ ഒരു സ്വർണ്ണ അരികുപട്ട ചുറ്റും പിടിപ്പിക്കണം. അതിനായി നീ 4 സ്വർണ്ണ വളയങ്ങൾ വാർക്കണം. അതിന്റെ 4 കീഴ്പ്പടികളിന്മേൽ 2 വളയങ്ങൾ ഒരു വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി നീ ഉറപ്പിക്കണം. കരുവേല തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ട് പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിന്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ നീ തണ്ടുകൾ കടത്തണം. തണ്ടുകൾ പേടകത്തിന്റെ വളയങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. അവ അതിൽ നിന്ന് മാറരുത്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിൽ നിക്ഷേപിക്കണം. ശുദ്ധസ്വർണത്തിന്റെ ഒരു കൃപാസനം ഉണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. നീ 2 സ്വർണ്ണ കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി നീ അവ അടിച്ചു പണിത് രൂപപ്പെടുത്തണം. ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തുമായി നീ ഉണ്ടാക്കുക. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് നിങ്ങൾ കെരൂബുകളെ ഉണ്ടാക്കേണ്ടത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന് മേലാപ്പൊരുക്കണം. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരിക്കണം. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേർക്കും. പേടകത്തിന്മേൽ നിന്ന് മുകളിലേക്ക് കൃപാസനം സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാക്ഷ്യഫലകം പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം. അവിടെ ഞാൻ നീയുമായി സമാഗമിക്കും. കൃപാസനത്തിനു മേൽ നിന്ന് സാക്ഷ്യപേടകത്തിനു മീതെയുള്ള 2 കെരൂബുകളുടെ മധ്യയിൽ നിന്ന് ഇസ്രായേലിയർക്കായി ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നതെല്ലാം നിന്നോട് ഞാൻ പ്രഖ്യാപിക്കും. അപ്പത്തിന്റെ മേശ സംബന്ധിച്ച് നീ കരുവേലത്തടിയുടെ ഒരു മേശയുണ്ടാക്കണം. അതിന്റെ നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. നീ അത് ശുദ്ധസ്വർണം പൊതിയണം. അതിന് സ്വർണ്ണ അരികുപട്ട ചുറ്റും പണിയുകയും വേണം. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കണം. ചട്ടത്തിന് സ്വർണ്ണ അരികുപാളിയും ചുറ്റും പണിയണം. അതിന് 4 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കണം. വളയങ്ങൾ അതിന്റെ 4 കാലുകൾക്കുള്ള 4 മൂലകളിലായി പിടിപ്പിക്കണം. മേശ ചുമന്നുകൊണ്ടു പോകാൻ തണ്ടുകൾക്ക് കുഴകളായി വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരിക്കണം. കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി നീ അവ സ്വർണം പൊതിയണം. അവ കൊണ്ടാണ് മേശ സംവഹിക്കപ്പെടേണ്ടത്. അതിനുള്ള താലങ്ങളും തളികകളും കലശങ്ങളും പാനീയം ഒഴിച്ചു വെക്കുന്നതിനുള്ള ചഷകങ്ങളും ഉണ്ടാക്കണം. ശുദ്ധസ്വർണം കൊണ്ട് നീ അവയുണ്ടാക്കണം. സാന്നിധ്യത്തിന്റെ അപ്പം നീ എന്റെ മുമ്പാകെ എപ്പോഴും മേശമേൽ വെച്ചിരിക്കണം. വിളക്കുകാൽ സംബന്ധിച്ച് ശുദ്ധസ്വർണത്തിന്റെ ഒരു വിളക്കുകാൽ നീ ഉണ്ടാക്കണം. അടിച്ചുപണിയായാണ് വിളക്കുകാൽ നിർമ്മിക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയായിരിക്കണം അതിന്റെ ചുവടും അതിന്റെ തണ്ട്, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിന്റെ പുഷ്പങ്ങളും. അതിന്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെടുന്നു. വിളക്കുകാലിന്റെ ഒരു വശത്തു നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കുകാലിന്റെ 2ാമത്തെ വശത്തു നിന്ന് 3 ശിഖരങ്ങൾ. ഒരു ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്ക് തണ്ടിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്ക് തണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ, അതിന്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അങ്ങനെ വിളക്ക് തണ്ടിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ അതിൽ നിന്നായിരിക്കണം അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മൊത്തം ശുദ്ധസ്വർണത്തിന്റെ ഒരു അടിച്ചുപണിയായിരിക്കണം. അതിന്റെ 7 ചെരാതുകൾ നീ ഉണ്ടാക്കണം. അതിന്റെ പ്രതലത്തിനപ്പുറത്തേക്ക് പ്രകാശം പ്രസരിപ്പിക്കത്തക്ക വിധം ചെരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. അതിന്റെ ചവടകളും തട്ടങ്ങളും ശുദ്ധസ്വർണമായിരിക്കണം. 1 താലന്ത് ശുദ്ധസ്വർണം കൊണ്ട് ഈ സകല ഉപകരണങ്ങളോടും കൂടെ അതുണ്ടാകട്ടെ. മലയിൽ വെച്ച് നിനക്ക് ദൃശ്യമാക്കിയ അവയുടെ മാതൃകയിൽ നിർമ്മിക്കാൻ നീ ശ്രദ്ധിക്കുക. പുറപ്പാട് അധ്യായം 26. മേൽവിരികൾ സംബന്ധിച്ച് 10 മേൽവിരികളുള്ള ഒരാലയം നീ ഉണ്ടാക്കണം. പിരിച്ച ചണം, നീല, ധൂമ്ര, കടുംചുമപ്പ് നൂലുകൾ എന്നിവ കൊണ്ട് കെരൂബുകളെയും വിദഗ്ധ സൃഷ്ടിയായി നീ അവയുണ്ടാക്കണം. ഒരു മേൽവിരിയുടെ നീളം 28 മുഴം, ഒരു മേൽവിരിയുടെ വീതി 4 മുഴം. എല്ലാ മേൽവിരികൾക്കും ഒരേ അളവായിരിക്കണം. 5 മേൽവിരികൾ ഒന്നോടൊന്ന് കൂട്ടിച്ചേർന്നിരിക്കണം. മറ്റേ 5 മേൽവിരികളും ഒന്നോടൊന്ന് കൂടിച്ചേർന്നിരിക്കണം. കൂട്ടിച്ചേർത്തതിൽ അഗ്രത്ത് നിന്ന് ആദ്യ മേൽവിരിയുടെ വക്കിൽ നീല നൂൽക്കണ്ണികൾ ഉണ്ടാക്കണം.
രണ്ടാമത് കൂട്ടിയോജിപ്പിച്ചതിൽ അവസാനത്തെ മേൽവിരിയുടെ വക്കിലും അപ്രകാരം ചെയ്യണം. ആദ്യത്തെ മേൽവിരിയിൽ 50 കണ്ണികൾ ഉണ്ടായിരിക്കണം. കൂട്ടിയോജിപ്പിച്ച രണ്ടാമത്തെ മേൽവിരിയുടെ അഗ്രത്തിലും 50 കണ്ണികൾ ഉണ്ടാക്കണം. കണ്ണികൾ ഒന്നിനോടൊന്ന് നേർക്കായിരിക്കണം. നീ 50 സ്വർണ്ണ കൊളുത്തുകൾ ഉണ്ടാക്കണം. കൊളുത്തുകൾ കൊണ്ട് നീ മേൽവിരികൾ ഒന്നിനോടൊന്ന് യോജിപ്പിക്കുമ്പോൾ ആലയം ഒന്നായിത്തീരും. കൂടാതെ ആലയത്തിനു മുകളിൽ കൂടാരമായി കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവിരികൾ ഉണ്ടാക്കണം. 11 മേൽവിരികളായാണ് നീ അവ ഉണ്ടാക്കേണ്ടത്. ഒരു മേൽവിരിയുടെ നീളം 30 മുഴം, ഒരു മേൽവിരിയുടെ വീതി 4 മുഴം. 11 മേൽവിരികൾക്കും ഒരേ അളവ്. 5 മേൽവിരികൾ പ്രത്യേകമായും 6 മേൽവിരികൾ പ്രത്യേകമായും യോജിപ്പിക്കണം. 6-ാമത്തെ മേൽവിരി കൂടാരത്തിന് മുൻഭാഗത്ത് മടക്കിയിടണം. കൂട്ടിയോജിപ്പിച്ച 1-ാമത്തെ മേൽവിരിയുടെ വക്കിൽ അഗ്രഭാഗത്ത് 50 കണ്ണികളും കൂട്ടിയോജിപ്പിച്ച 2-ാമത്തെ മേൽവിരിയുടെ വക്കിൽ 50 കണ്ണികളും ഉണ്ടാക്കണം. 50 പിച്ചള കൊളുത്തുകൾ നീ ഉണ്ടാക്കണം. കൊളുത്തുകൾ കണ്ണികളിലിട്ട് കൂടാരം നീ യോജിപ്പിക്കുമ്പോൾ അത് ഒന്നായിത്തീരും. കൂടാര മേൽവിരികളുടെ അധികം വന്ന ഭാഗം, അതായത് അധികം വന്ന വിരിയുടെ പകുതി, ആലയത്തിന്റെ പിന്നിൽ തൂക്കിയിടണം. കൂടാര മേൽവിരികളുടെ നീളത്തിൽ അപ്പുറത്ത് 1 മുഴവും ഇപ്പുറത്ത് 1 മുഴവും, അധികം വന്നത് ആലയത്തിന്റെ വശങ്ങളിൽ അപ്പുറവും ഇപ്പുറവും അതിനെ മറയ്ക്കാനായി തൂങ്ങിക്കിടക്കട്ടെ. ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലിന്റെ ഒരാവരണം കൂടാരത്തിനു വേണ്ടി നീ ഉണ്ടാക്കണം. അതിനു മുകളിലായി നിലക്കരടി തോലിന്റെ ഒരാവരണവും. ക്രാസികൾ സംബന്ധിച്ച് ലംബമായ കരുവേല തടികൾ കൊണ്ട് ആലയത്തിനായി നീ ക്രാസികൾ ഉണ്ടാക്കണം. ക്രാസി ഒന്നിന്റെ വീതി 1.5 മുഴം, ക്രാസിയുടെ നീളം 10 മുഴം. ഒന്നൊന്നിനോട് കൂട്ടിയിണക്കുന്ന 2 തള്ളുകൾ വീതം ഓരോ ക്രാസിക്കും വേണം. ആലയത്തിന്റെ എല്ലാ ക്രാസികൾക്കും അപ്രകാരം നീ ഉണ്ടാക്കണം. ആലയത്തിനായി ക്രാസികൾ നീ ഉണ്ടാക്കണം. തെക്കുവശത്ത് തെക്കോട്ട് 20 ക്രാസികൾ. 20 ക്രാസികളുടെ കീഴിലായി 40 വെള്ളി പാദകുടങ്ങൾ നീ ഉണ്ടാക്കണം. ഒരു ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ, മറ്റേ ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ. ആലയത്തിന്റെ 2-ാമത്തെ വശത്തിനായി, അതായത് വടക്ക് വശത്തിനായി 20 ക്രാസികൾ. അവയുടെ 40 പാദകുടങ്ങൾ വെള്ളിയായിരിക്കണം. ഒരു ക്രാസിക്ക് കീഴിൽ 2 പാദകുടങ്ങൾ, 2 പാദകുടങ്ങൾ മറ്റേ ക്രാസിക്ക് കീഴിൽ. ആലയത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് നീ 6 ക്രാസികൾ നിർമ്മിക്കണം. പിൻഭാഗത്ത് ആലയത്തിന്റെ മൂലകൾക്കായി 2 ക്രാസികൾ നീ ഉണ്ടാക്കണം. അവ ചുവട് മുതൽ ജോഡിയായിരിക്കണം. തലക്കിലും അവ ജോഡിയായി ഒരേ വളയത്തിലായിരിക്കണം. അവ രണ്ടിനും അത് ഇപ്രകാരമായിരിക്കണം. അവ 2 മൂലകളായി തീരും. 8 ക്രാസികൾ ഉണ്ടായിരിക്കണം. അവയുടെ പാദകുടങ്ങൾ വെള്ളിയായിരിക്കണം. 16 പാദകുടങ്ങൾ. ഒരു ക്രാസിയുടെ ചുവട്ടിൽ 2 പാദകുടങ്ങൾ, മറ്റൊരു ക്രാസിയുടെ ചുവട്ടിൽ 2 പാദകുടങ്ങൾ. നീ കരുവേല തടി കൊണ്ട് ആലയത്തിന്റെ 1-ാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികൾ ഉണ്ടാക്കണം. ആലയത്തിന്റെ 2-ാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികളും, പിൻഭാഗത്ത് പടിഞ്ഞാറായി ആലയത്തിന്റെ വശത്തെ ക്രാസികൾക്ക് 5 അഴികളും. നടുവിലെ അഴി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ക്രാസികളുടെ മധ്യത്തിലൂടെ കടക്കണം. ക്രാസികൾ നീ സ്വർണം പൊതിയണം. അഴികൾക്ക് സങ്കേതങ്ങളായ അവയുടെ വളയങ്ങൾ സ്വർണം കൊണ്ട് നീ ഉണ്ടാക്കണം. അഴികളും സ്വർണം പൊതിയണം. നീ ആലയം സ്ഥാപിക്കേണ്ടത് മലയിൽ നീ കാണാനിടയായ അതിന്റെ വിധിപ്രകാരമായിരിക്കണം. നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ട് നീ ഒരു തിരശ്ശീല ഉണ്ടാക്കണം. കെരൂബുകളുള്ള വിദഗ്ധ കലാസൃഷ്ടിയായി അത് അവൻ സജ്ജമാക്കട്ടെ. 4 വെള്ളി പാദകുടങ്ങളിൽ മേൽ കരുവേലം കൊണ്ടുള്ള സ്വർണം പൊതിഞ്ഞ 4 തൂണുകളിൽ നീ അത് ഘടിപ്പിക്കണം. അവയുടെ കൊളുത്തുകളും സ്വർണമായിരിക്കണം. കൊളുത്തുകളിൽ തിരശ്ശീല താഴേക്കിട്ടതിനു ശേഷം അവിടേക്ക് തിരശ്ശീലയുടെ ഉള്ളിലേക്ക് നീ സാക്ഷ്യപേടകം കൊണ്ടുവരണം. തിരശ്ശീല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപേടകത്തിനു മുകളിൽ നീ കൃപാസനം സ്ഥാപിക്കണം. തിരശ്ശീലയ്ക്ക് വെളിയിൽ മേശയും, മേശയ്ക്കെതിരായി ആലയത്തിന്റെ തെക്കുവശത്തായി വിളക്കുകാലും നീ വയ്ക്കണം. മേശ വടക്കുവശത്തായി സ്ഥാപിക്കണം. നീലധൂമ്ര കടുംചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായ ഒരു വിരി കൂടാരവാതിലിന് നീ ഉണ്ടാക്കണം. വിരിക്കായി 5 കരുവേല തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണം പൊതിയണം. അവയുടെ കൊളുത്തുകളും സ്വർണമായിരിക്കണം. 5 പിച്ചള പാദകുടങ്ങൾ നീ അവയ്ക്ക് വേണ്ടി വാർക്കണം. പുറപ്പാട് അധ്യായം 27. ബലിപീഠം സംബന്ധിച്ച്. കരുവേല തടി കൊണ്ട് നീ ഒരു ബലിപീഠം പണിയണം.
5 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള സമുചിതമായിരിക്കണം ബലിപീഠം. അതിൻ്റെ ഉയരം 3 മുഴം. നീ അതിൻ്റെ 4 മൂലകൾ മേലും കൊമ്പുകൾ ഉണ്ടാക്കണം. അതിൽ നിന്നുള്ള തുടർച്ചയായിരിക്കണം അതിൻ്റെ കൊമ്പുകൾ. നീ അത് പിച്ചള പൊതിയണം. അതിൻ്റെ നെയ്ച്ചാര പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ നീ ഉണ്ടാക്കണം. എല്ലാ ഉപകരണങ്ങൾക്കും നീ പിച്ചള ഉപയോഗിക്കണം. നീ അതിനു വേണ്ടി ഒരു ചട്ടടുപ്പ് ഉണ്ടാക്കണം. പിച്ചള വലയുടെ ഒരു നിർമ്മിതി. വലയിന്മേൽ അതിൻ്റെ 4 അഗ്രങ്ങളിലും 4 പിച്ചള വളയങ്ങൾ ഉണ്ടാക്കണം. ബലിപീഠത്തിന്റെ വക്കിന് കീഴിൽ താഴേക്കായി അതിനെ ഉറപ്പിക്കണം. അങ്ങനെ ബലിപീഠത്തിന്റെ പകുതി വരെ വലയുണ്ടായിരിക്കണം. നീ ബലിപീഠത്തിന് തണ്ടുകൾ ഉണ്ടാക്കണം, കരുവേലത്തടിയുടെ തണ്ടുകൾ. നീ അവ പിച്ചള പൊതിയണം. അതിന്റെ തണ്ടുകൾ വളയങ്ങളിൽ കടത്തണം. അങ്ങനെ ബലിപീഠം വഹിക്കുമ്പോൾ തണ്ടുകൾ അതിന്റെ ഇരുവശങ്ങളിലുമായിരിക്കണം. പലകകൾ കൊണ്ട് അകം പൊള്ളയായി നീ അതുണ്ടാക്കണം. മലയിൽ വെച്ച് നിന്നെ കാണിച്ചതുപോലെ തന്നെയാണ് അവർ ഉണ്ടാക്കേണ്ടത്. ആലയത്തിന്റെ അങ്കണം. ആലയത്തിന്റെ അങ്കണം നീ ഉണ്ടാക്കണം. തെക്ക് വശത്തുള്ള അങ്കണത്തിന് പിരിച്ച ചണത്തിന്റെ മറകൾ ഉണ്ടായിരിക്കണം. ആ ഒരു വശത്തിന് നീളം 100 മുഴം. അതിന്റെ തൂണുകൾ 20. പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. അങ്ങനെ വടക്ക് വശത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറകൾ വേണം. അതിന്റെ തൂണുകൾ 20. അവയുടെ പാദകുടങ്ങൾ 20 പിച്ചള കൊണ്ട്. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളികൊണ്ട്. പടിഞ്ഞാറ് വശത്ത് അങ്കണത്തിന്റെ വീതിപ്പാടിന് മറകൾ 50 മുഴം. അവയ്ക്ക് തൂണുകൾ 10, പാദകുടങ്ങൾ 10. ഉദയദിശയിലേക്ക് കിഴക്ക് വശത്തുള്ള അങ്കണത്തിന് വീതി 50 മുഴം. അങ്കണത്തിന്റെ ഒരു ഭാഗത്തിന് മറകൾ 15 മുഴം. രണ്ടാമത്തെ ഭാഗത്തിന് മറകൾ 15 മുഴം. അവയ്ക്ക് തൂണുകൾ 3, അവയ്ക്ക് പാദകുടങ്ങൾ 3. അങ്കണ കവാടത്തിന് 20 മുഴമുള്ള ഒരു വിരി. അതിൽ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണി. അവയ്ക്ക് തൂണുകൾ 4, പാദകുടങ്ങൾ 4. അങ്കണത്തിന്റെ ചുറ്റുമുള്ള തൂണുകളെല്ലാം വെള്ളി കെട്ടിയവ. അവയുടെ കൊളുത്തുകൾ വെള്ളി, പാദകുടങ്ങൾ പിച്ചള. അങ്കണത്തിന്റെ നീളം 100 മുഴവും വീതി 50 വീതവും ഉയരം 5 മുഴവും ആയിരിക്കണം. ചണം പിരിച്ചെടുത്തതായിരിക്കണം. അവയുടെ പാദകുടങ്ങൾ പിച്ചളയും. ആലയത്തിലെ സകല ജോലിക്കുമുള്ള എല്ലാ ഉപകരണങ്ങളും അതിന്റെ കുറ്റികളും അങ്കണത്തിന്റെ എല്ലാ കുറ്റികളും പിച്ചളയായിരിക്കണം. ദീപനാളം എപ്പോഴും ഉയർത്തുന്നതിനുള്ള ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ നിന്റെ പക്കൽ കൊണ്ടുവരാൻ ഇസ്രായേല്യരോട് നീ കൽപ്പിക്കണം. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യഫലകത്തിന് നേരെയുള്ള തിരശീലയ്ക്ക് വെളിയിൽ സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിന്റെ മുമ്പിൽ അഹറോനും അവന്റെ പുത്രന്മാരും അത് സജ്ജീകരിക്കണം. ഇസ്രായേല്യരിൽ നിന്ന് അവരുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണിത്. സങ്കീർത്തനങ്ങൾ 75 മുതൽ 78 വരെ. സങ്കീർത്തനം 75. ന്യായവിധിയുടെ പാനപാത്രം. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ നാമം സമീപസ്ഥമാണ്. അങ്ങയുടെ വിസ്മയനീയ പ്രവർത്തികൾ വിവരിക്കുന്നത് ഞാൻ യഥാസമയം നിശ്ചയിച്ച് പരമാർത്ഥതയോടെ വിധിക്കുമെന്നും ഭൂമിയും അതിൻ്റെ സകല നിവാസികളും ഇളകുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകൾ ഉറപ്പിക്കുന്നത് എന്നുമാണ്. ധിക്കരിക്കരുത് എന്ന ധിക്കാരികളോടും കൊമ്പുയർത്തരുത് എന്ന ദുഷ്ടരോടുമാണ് ഞാൻ പറയുന്നത്. ഉയരത്തിലേക്ക് നിങ്ങൾ കൊമ്പുയർത്തരുത്. ഗർവിഷ്ഠ കണ്ഠത്തോടെ സംസാരിക്കുകയും അരുത്. എന്തെന്നാൽ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഔന്നത്യങ്ങൾ. ദൈവമാണല്ലോ ന്യായാധിപൻ. അവിടുന്ന് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കയ്യിൽ തീർച്ചയായും ഒരു പാനപാത്രമുണ്ട്. സുഗന്ധിതമാക്കിയ വീഞ്ഞ് നിറഞ്ഞു നുരയുന്നു. അവിടുന്ന് അതിൽ നിന്ന് പകർന്നു കൊടുക്കും. ഭൂമിയിലെ സകല ദുഷ്ടരും അതിൻ്റെ മട്ടുവരെ ഊറ്റിക്കുടിക്കും. എന്നാൽ ഞാൻ എന്നേക്കും വർണ്ണിക്കും. യാക്കോബിന്റെ ദീപത്തിന് ഞാൻ കീർത്തനം ആലപിക്കും. ദുഷ്ടരുടെ കൊമ്പുകളെല്ലാം ഞാൻ വെട്ടിവീഴ്ത്തും. നീതിമാന്റെ കൊമ്പുകൾ ഉയർത്തപ്പെടും. സങ്കീർത്തനം 76. ദൈവത്തിന്റെ പ്രസിദ്ധിയും പ്രതാപവും. ദൈവം യൂദായിൽ പ്രസിദ്ധനാണ്. ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ്. അവിടുത്തെ വിഹാരം സാലേമിലാണ്, നിവാസം സിയോനിലും. വില്ലുള്ളികളും പരിചയും വാളും യുദ്ധവും അവിടെ വെച്ച് അവിടുന്ന് തകർത്തു കളഞ്ഞു. അങ്ങ് പ്രഭാപൂർണനാകുന്നു. വേട്ടമൃഗങ്ങളുള്ള മലകളേക്കാൾ പ്രതാപവാനാകുന്നു. മനക്കരുത്തുള്ളവർ കൊള്ളയടിക്കപ്പെട്ടു. അവർ നിദ്രയിലാണ്ടു. യോദ്ധാക്കളാരും സ്വന്തം കൈക്കരുത്ത് കണ്ടെത്തിയില്ല.
യാക്കോബിന്റെ ദൈവമേ, അങ്ങേ ശാസന മൂലം തേരും കുതിരയും മോഹാലസ്യപ്പെട്ടു. അങ്ങ് തന്നെ ഭീതിതൻ. അങ്ങയുടെ കോപാവസ്ഥയിൽ തിരുമുമ്പിൽ ആർ നിൽക്കും? സ്വർഗത്തിൽ നിന്ന് അങ്ങ് വിധി വിളംബരം ചെയ്തു. ഭൂമി ഭയന്ന് നിശ്ചേഷ്ടമായി. ഭൂമിയിലെ സകല പീഡിതരെയും രക്ഷിക്കാനുള്ള ന്യായവിധിക്കായി ദൈവം എഴുന്നേറ്റപ്പോൾ തന്നെ മനുഷ്യനോടുള്ള ക്രോധം പോലും അങ്ങേക്ക് സ്തുതിയാണ്. ക്രോധാവിശിഷ്ടം അങ്ങ് അരപ്പട്ടയാക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ച നേർന്ന് നിറവേറ്റുവേൻ. ബഹുമാനപാത്രവുമായവന് ചുറ്റുമുള്ളവരെല്ലാം കപ്പം കാഴ്ചവെക്കട്ടെ. അവിടുന്ന് നായകന്മാരുടെ ചൈതന്യം ഹ്രസ്വമാക്കും. ഭൗമിക രാജാക്കന്മാർക്ക് അവിടുന്ന് ഭീതിതനാണ്. സങ്കീർത്തനം 77. വഴി നടത്തുന്ന ദൈവം. ഞാൻ നിലവിളിക്കുന്നു, ദൈവത്തിന്റെ പക്കലേക്കാണ് എൻ്റെ സ്വരം. അതിനാൽ ദൈവം എൻ്റെ നേർക്ക് ചെവി ചായ്ക്കുന്നു. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ നാഥനെ തേടുന്നു. രാത്രി എൻ്റെ കൈ തളരാതെ വിരിച്ചു പിടിക്കുന്നു. എൻ്റെ ആത്മാവ് സമാശ്വസിക്കാൻ വിസമ്മതിച്ചു. ദൈവത്തെ ഓർത്ത് ഞാൻ നെടുവീർപ്പിട്ട് ധ്യാനിക്കട്ടെ. എൻ്റെ ചൈതന്യം ക്ഷയിക്കുകയാണ്. അങ്ങ് എൻ്റെ കൺപോളകളെ പിടികൂടിയിരിക്കുന്നു. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലതയിലാണ്. പ്രാചീന സംവത്സരങ്ങൾ തന്നെയായ പൂർവ്വദിനങ്ങൾ ഞാൻ പരിഗണിച്ചു. രാത്രിയിൽ എൻ്റെ ഗാനം ഞാൻ ഓർക്കട്ടെ. ഞാൻ ഹൃദയപൂർവ്വം വിചിന്തനം ചെയ്യട്ടെ. എൻ്റെ ചൈതന്യം പരിശോധിക്കട്ടെ. നാഥൻ എന്നേക്കുമായി പുറന്തള്ളുമോ? ഇനിയും പ്രസാദിക്കാൻ അവിടുന്ന് തുനിയുകയില്ലേ? അവിടുത്തെ കാരുണ്യം നിത്യമായി നിലച്ചോ? അവിടുത്തെ വാക്ക് എന്നേക്കുമായി പൊലിഞ്ഞോ? ദയ കാണിക്കാൻ ദൈവം മറന്നുപോയോ? കോപം കൊണ്ട് തൻ്റെ ആർദ്രതയ്ക്ക് വിരാമമിട്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യുന്നതന്റെ വലതു കൈയുടെ വ്യതിയാനം, അതാണ് എൻ്റെ വിഷമം. ഞാൻ കർത്തന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് മുതൽക്കുള്ള അങ്ങയുടെ വിസ്മയകൃത്യം ഞാൻ ഓർമ്മിക്കട്ടെ. ഞാൻ അങ്ങയുടെ ഓരോ പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. അങ്ങയുടെ കർമ്മങ്ങളെപ്പറ്റി ചിന്തിക്കും. ദൈവമേ, വിശുദ്ധ സ്ഥലത്താണ് അങ്ങയുടെ മാർഗം. ദൈവത്തെ പോലെ വലിയ തമ്പുരാൻ ആരുണ്ട്? അങ്ങാണ് വിസ്മയം പ്രവർത്തിക്കുന്ന തമ്പുരാൻ. അങ്ങാണ് ജനങ്ങൾക്കിടയിൽ അങ്ങയുടെ ശക്തി പ്രസിദ്ധമാക്കിയത്. അങ്ങ് തൃക്കരം കൊണ്ട് അങ്ങയുടെ ജനത്തെ, യാക്കോബിന്റെയും ജോസഫിന്റെയും മക്കളെ വീണ്ടെടുത്തു. ദൈവമേ, ജലസഞ്ചയം അങ്ങേ കണ്ടു. അങ്ങേ കണ്ട് ജലസഞ്ചയം ഞെളിപിരി കൊണ്ടു. ആഴങ്ങളും വിറപൂണ്ടു. മേഘങ്ങൾ ജലം വർഷിച്ചു. വാനിടങ്ങൾ ശബ്ദമുയർത്തി. അങ്ങയുടെ അസ്ത്രങ്ങൾ മിന്നിപ്പാഞ്ഞു. ചുഴലിക്കാറ്റിൽ അങ്ങയുടെ ഇടിമുഴക്കമുണ്ടായിരുന്നു. മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ വീതി പെരുവെള്ളത്തിലൂടെയുമായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അജ്ഞാതമായിരുന്നു. മോശയുടെയും അഹറോന്റെയും കൈയാൽ അങ്ങയുടെ ജനത്തെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു. സങ്കീർത്തനം 78. ചരിത്രം നൽകുന്ന പാഠം. എൻ്റെ ജനമേ, എൻ്റെ പ്രബോധനം ശ്രവിക്കുക. എൻ്റെ വചനോക്തികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവിൻ. ഒരു സുഭാഷിതത്താൽ ഞാൻ എൻ്റെ വായ് തുറക്കാം. പണ്ട് മുതൽക്കേയുള്ള കടങ്കഥകൾ ഞാൻ മൊഴിയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് വിവരിച്ച് നാം കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായവ അവരുടെ മക്കളിൽ നിന്ന് നാം മറച്ചു വെക്കില്ല. മറിച്ച് കർത്താവിൻ്റെ സ്തുതികളും അവിടുത്തെ ശക്തിപ്രാഭവവും അവിടുന്ന് പ്രവർത്തിച്ച വിസ്മയകൃത്യങ്ങളും പിൻതലമുറയോട് വിവരിക്കുന്നവരാകും നമ്മൾ. യാക്കോബിൽ അവിടുന്ന് സാക്ഷ്യം നിലനിർത്തി. ഇസ്രായേലിൽ അവിടുന്ന് നിയമം സ്ഥാപിച്ചു. അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ അനുശാസിച്ചവ അവരുടെ മക്കളെ അറിയിക്കാനുള്ളതാണ്. പിൻതലമുറയായി ജാതരാകുന്ന മക്കൾ അറിയേണ്ടതിന് അവർ ഒരുങ്ങി തങ്ങളുടെ മക്കളോട് വിവരിക്കണം. അങ്ങനെ അവർ തങ്ങളുടെ ശരണം ദൈവത്തിൽ അർപ്പിക്കുകയും തമ്പുരാന്റെ കർമ്മങ്ങൾ വിസ്മരിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശ്ശാഠ്യവും മാത്സര്യവുമുള്ള ഒരു തലമുറ ആകാതിരിക്കട്ടെ. സ്വമനസ്സ് സ്ഥിരപ്പെടുത്താത്തതും സ്വചൈതന്യം തമ്പുരാനെ വിശ്വസിക്കാത്തതുമായ ഒരു തലമുറ തന്നെ. വില്ലാളികളായി ആയുധമണിഞ്ഞ എഫ്രായിമേർ യുദ്ധ ദിവസം കാലുമാറി. അവർ ദൈവത്തിന്റെ ഉടമ്പടി പാലിച്ചില്ല. അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല. അവിടുത്തെ പ്രവൃത്തികൾ അവർ വിസ്മരിച്ചു. അവിടുന്ന് അവരെ കാണിച്ച അവിടുത്തെ വിസ്മയകൃത്യങ്ങളും. അവരുടെ പിതാക്കന്മാരുടെ മുൻപിൽ ഈജിപ്റ്റ് നാട്ടിലെ സോവാൻ വയലിലാണ് അവിടുന്ന് വിസ്മയകൃത്യം പ്രവർത്തിച്ചത്. കടൽ വിഭജിച്ച് അവിടുന്ന് അവരെ കടത്തിവിട്ടു. അവിടുന്ന് ജലം കൂന പോലെ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് അവരെ പകൽ സമയം മേഘത്താലും രാത്രി മുഴുവൻ അഗ്നിപ്രഭയാലും നയിച്ചു. അവിടുന്ന് മരുഭൂമിയിൽ പാറകൾ പിളർന്നു. അതിനെ ആഴങ്ങൾ പോലെ വേണ്ടുവോളം കുടിപ്പിച്ചു. ശിലയിൽ നിന്ന് നീരൊഴുക്കുകൾ പുറപ്പെടുവിച്ചു. നദികൾ പോലെ ജലം ഒഴുകി.
എന്നിട്ടും അവർ അവിടത്തേക്കെതിരായി വീണ്ടും പാപം ചെയ്യാൻ അത്യുന്നതിനെതിരെ മരുഭൂമിയിൽ വെച്ച് മത്സരിക്കാൻ തുനിഞ്ഞു. തമ്പുരാനെ മനഃപൂർവ്വം പരീക്ഷിച്ച് ഉദ്ദിഷ്ട ഭോജനം ചോദിക്കാനും ദൈവത്തിനെതിരെ സംസാരിച്ച അവർ ചോദിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കാൻ തമ്പുരാനാകുമോ? ഇതാ, അവൻ പാറയെ അടിച്ചു, ജലം നിർഗളിച്ചു, അരുവികൾ കവിഞ്ഞൊഴുകുകയും ചെയ്തു. എന്നാൽ തന്റെ ജനത്തിന് അപ്പം കൊടുക്കാനും ഇറച്ചി വിളമ്പാനും കൂടി അവിടത്തേക്കാകുമോ? അത് കേട്ടതിനാൽ കർത്താവ് ക്രുദ്ധനായി. യാക്കോബിനെതിരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിനെതിരെ കോപവും ഉയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല, അവിടുത്തെ രക്ഷയിൽ ആശ്രയിച്ചുമില്ല. എന്നിട്ടും അവിടുന്ന് മുകളിൽ നിന്ന് വാനിടത്തെ അനുശാസിച്ചു, ആകാശത്തിന്റെ വാതിലുകൾ തുറന്നു. അവർ ഭക്ഷിക്കാൻ അവിടുന്ന് അവർക്കായി മന്ന വർഷിച്ചു. സ്വർഗീയ ധാന്യം അവിടുന്ന് അവർക്ക് നൽകി. മാനവൻ അമാനുഷ്യരുടെ അപ്പം ഭക്ഷിച്ചു. അവിടുന്ന് അവർക്ക് മതിയാവോളം പാതേയം അയച്ചു. അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തന്റെ ശക്തിയാൽ തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ ഭോജനവും കടൽ മണൽ പോലെ ചിറകുള്ള പക്ഷിയെയും വർഷിച്ച് തന്റെ പാളയമധ്യേ തന്റെ നിവാസങ്ങൾക്ക് ചുറ്റുമായി പതിക്കാനിടയാക്കി. അവർ ഭക്ഷിച്ച് അതിമാത്രം തൃപ്തരായി. അവരുടെ ആഗ്രഹം അവിടുന്ന് അവർക്ക് നിറവേറ്റിക്കൊടുത്തു. തങ്ങളുടെ കൊതിയിൽ നിന്ന് അവർക്ക് ശമനമാകാതെ തങ്ങളുടെ ഭക്ഷണം അവരുടെ വായിലിരിക്കെ തന്നെ ദൈവകോപം അവർക്കെതിരെ ഉയർന്നു. അവിടുന്ന് അവർക്കിടയിലെ അതികായന്മാരെ വധിച്ചു, ഇസ്രായേലിലെ പ്രഗത്ഭരെ നിലംപരിചാക്കി. ഇതെല്ലാമായിട്ടും അവർ വീണ്ടും പാപം ചെയ്തു. അവിടുത്തെ വിസ്മയ കൃത്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചില്ല. അവിടുന്ന് അവരുടെ നാളുകൾ ഒരു ശ്വാസത്തിലും അവരുടെ സംവത്സരങ്ങൾ പരിഭ്രമത്തിലും അവസാനിപ്പിച്ചു. അവിടുന്ന് അവരെ വധിക്കുമ്പോഴൊക്കെ അവർ അവിടുത്തെ തേടുമായിരുന്നു. മാനസാന്തരപ്പെട്ട് തമ്പുരാനെ കാംക്ഷിക്കുമായിരുന്നു. ദൈവം തങ്ങളുടെ പാറയാണെന്നും അത്യുന്നതനായ തമ്പുരാൻ തങ്ങളെ വീണ്ടെടുക്കുന്നവനാണെന്നും അവർ അനുസ്മരിച്ചെങ്കിലും തങ്ങളുടെ വായുകൊണ്ട് അവർ അവിടുത്തെ കബളിപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ നാവുകൊണ്ട് അവിടുത്തോട് നുണ പറയുകയായിരുന്നു. അവരുടെ ഹൃദയം അവിടുത്തോടൊപ്പം സ്ഥിരതയുള്ളതായിരുന്നില്ല. അവിടുത്തെ ഉടമ്പടിയിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. എങ്കിലും ദയാദ്രനായ അവിടുന്ന് അവരെ നശിപ്പിക്കാതെ അകൃത്യം പൊറുത്തു. പലപ്പോഴും തന്റെ കോപമടക്കി തന്റെ ക്രോധമാകെ ഉജ്ജ്വലിപ്പിച്ചില്ല. അവർ ജഡമാണെന്നും മടങ്ങി വരാതെ പോയിപ്പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു. എത്രമാത്രം അവർ മരുഭൂമിയിൽ വെച്ച് അവിടുത്തെ എതിർത്തു, വിജനതയിൽ വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു. അവർ തമ്പുരാനെ ആവർത്തിച്ച് പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു. അവർ അവിടുത്തെ സഹായഹസ്തമോ വൈരിയിൽ നിന്ന് തങ്ങളെ പരിത്രാണം ചെയ്ത ദിവസമോ ഓർത്തില്ല. ഈജിപ്തിൽ തന്റെ അടയാളങ്ങളും സോവാൻ വയലിൽ തന്റെ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചപ്പോൾ കുടിക്കാനാവാത്ത വിധം അവരുടെ നദികളും അരുവികളും അവിടുന്ന് രക്തമായി മാറ്റി. അവരുടെ ഇടയിലേക്ക് അവിടുന്ന് അയച്ച ഈച്ചക്കൂട്ടം അവരെ ആഹരിച്ചു, തവളക്കൂട്ടം അവരെ നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ വിളവ് കമ്പിളിപ്പുഴുവിനും അധ്വാനഫലം വെട്ടുക്കിളിക്കും കൊടുത്തു. അവിടുന്ന് അവരുടെ മുന്തിരി കന്മഴ കൊണ്ടും സിക്കമൂർ മരങ്ങൾ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവിടുന്ന് അവരുടെ ആടുമാടിനെ കന്മഴയ്ക്കും അവരുടെ കന്നുകാലികളെ ഇടിത്തീക്കും വിട്ടുകൊടുത്തു. അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്രകോപം, അമർഷം, രോഷം, ദുരിതം എന്നിവ ദുർദൂതന്മാരുടെ ഒരു സംഘമായി അയച്ചു. അവിടുന്ന് തന്റെ കോപത്തിനായി ഒരു പാതിയൊരുക്കി. അവിടുന്ന് അവരുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. അവരുടെ ജീവൻ മഹാമാരിക്ക് വിട്ടുകൊടുത്തു. ഈജിപ്തിലെ ഓരോ കടിഞ്ഞൂലിനെയും അവിടുന്ന് സംഹരിച്ചു. ഹാമിന്റെ കൂടാരങ്ങളിലെ പൗരുഷത്തിന്റെ പ്രഥമ ഫലത്തെ തന്നെ. എന്നാൽ അവിടുന്ന് തന്റെ ജനത്തെ ആടിനെ എന്ന പോലെ പാളയം നീക്കി, പറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. അവർ പേടിക്കാത്ത വിധം അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചു. എന്നാൽ അവരുടെ ശത്രുക്കളെ കടൽ മൂടി. തന്റെ വലതു കൈ നേടിയെടുത്ത ഈ മലയായ തന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ അതിർത്തിയിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് ജനതകളെ തുരത്തി. അളവ് ചരടുകൊണ്ട് ഒരവകാശം അവർക്ക് വീതിച്ചു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എന്നിട്ടും അത്യുന്നതനായ ദൈവത്തെ അവർ പരീക്ഷിക്കുകയും എതിർക്കുകയും ചെയ്തു. അവിടുത്തെ സാക്ഷ്യങ്ങൾ പാലിച്ചുമില്ല. അവർ അകന്നുമാറി തങ്ങളുടെ പിതാക്കന്മാരെ പോലെ വഞ്ചകരായി, അയഞ്ഞ വില്ല് പോലെ വഴുതി മാറി. അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു, തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി. ദൈവം അത് കേട്ട് ക്രുദ്ധനായി, ഇസ്രായേലിനെ തീർത്തും പരിത്യജിച്ചു. ആകയാൽ അവിടുന്ന് ശീലോ നിവാസം, മനുഷ്യവംശത്തിനിടയിൽ താൻ നിവസിച്ച കൂടാരം ഉപേക്ഷിച്ചു. അവിടുന്ന് തന്റെ പ്രതാപശക്തി അടിമത്തത്തിനും മഹിമ വൈരിയുടെ കയ്യിലും കൊടുത്തു.
അവിടുന്ന് തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. തന്റെ അവകാശത്തിനെതിരെ ക്രുദ്ധനായി. അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി. അവരുടെ കന്യകമാർ അനുമോദിതരായില്ല. അവരുടെ പുരോഹിതന്മാർ വാളേറ്റു വീണു. വിധവകൾക്ക് വിലാപം ആചരിക്കാനായില്ല. ഉറങ്ങുകയായിരുന്നവനെ പോലെ, വീഞ്ഞുകൊണ്ട് ഉന്മത്തനായ മല്ലനെ പോലെ നാഥൻ ഉണർന്നു. അവിടുന്ന് തന്റെ വൈരികളെ മുതുകത്ത് പ്രഹരിച്ചു. അവർക്ക് എന്നേക്കും അപമാനം നൽകി. അവിടുന്ന് ജോസഫിന്റെ കൂടാരം നിരാകരിച്ചു. എഫ്രായിമിന്റെ ഗോത്രത്തെ താല്പര്യപ്പെട്ടുമില്ല. എന്നാൽ അവിടുന്ന് തിരഞ്ഞെടുത്തത് യൂദാ ഗോത്രത്തെയാണ്. താൻ സ്നേഹിച്ച സിയോൻ മലയെയാണ്. സമുന്നതങ്ങളെപ്പോലെ എന്നേക്കുമായി താൻ അടിസ്ഥാനമിട്ട ഭൂമിയെപ്പോലെ അവിടുന്ന് തന്റെ ശ്രീകോവിൽ നിർമ്മിച്ചു. അവിടുന്ന് തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ സ്വീകരിച്ചു. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകൾക്ക് പിന്നിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവൻ ഹൃദയ നിഷ്കളങ്കതയ്ക്കൊത്ത വിധം അവരെ മേയിച്ചു. കരവിരുതോടെ അവരെ നയിച്ചു.